നമ്മുടെ ഇന്നത്തെ സ്റ്റേ ഈ മുതുമല ടൈഗർ റിസർവിനുള്ളിലെ തന്നെ ഒരു ഫോറസ്റ്റ് കോട്ടേജിലാണ്. ഗൂഡല്ലൂരിലെ തുറപ്പിള്ളിയിലാണ് ഈ എൻട്രൻസ് ഗേറ്റ്. ഗേറ്റ് കടന്നാൽ പിന്നെ റിസർവ് ഫോറസ്റ്റിൻ്റെ കാഴ്ചകളാണ്. ഇഷ്ടംപോലെ വൈൽഡ് ലൈഫ് കാഴ്ചകളാണ് വെറുതെ ഈ റൂട്ടിലൂടെ ഒരു റൈഡ് പോയാൽ തന്നെ കാണാൻ പറ്റുന്നത്. അപ്പോൾ നമ്മുടെ തുടക്കം എന്തായാലും ഗംഭീര കാഴ്ച തന്നെയാണ്. പിന്നെ ഈ റൂട്ടിൽ വണ്ടി നിർത്തി ഒരുപാട് നേരം നമുക്ക് വീഡിയോ എടുക്കാൻ സാധിക്കില്ല. കാരണം എപ്പോഴും ഇവിടെ ഫോറസ്റ്റ് വാച്ചേഴ്സ് ഉണ്ടാവും. അപ്പോൾ അവരോട് ഒരു വിഷ്വൽ എടുത്തോട്ടെ എന്ന് ചോദിച്ചിട്ടാണ് ഇത്രയ്ക്കെങ്കിലും കിട്ടിയത്. അതും വേറെ വാഹനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് മാത്രം. അപ്പോൾ ഈ മുതുമലയിലെ ഏത് ഫോറസ്റ്റ് സ്റ്റേ ബുക്ക് ചെയ്താലും നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടത് ഈ തെപ്പക്കാട് സഫാരി സെൻറ്ററിലാണ്. ഉച്ചയ്ക്ക് 2 മണിക്കാണ് ചെക്ക് ഇൻ ചെയ്യേണ്ടത്. ഇവിടെ നിന്നാൽ ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോകുന്ന 2 വഴി കാണാം. അതിൽ നേരെ ഫ്രണ്ടിൽ കാണുന്ന പാലം ക്രോസ് ചെയ്ത് പോകുന്നത് മസിനഗുഡിക്കും, രണ്ടാമത്തെ റൈറ്റിലേക്കുള്ള വഴി നമ്മുടെ സ്റ്റേയിലേക്കുമാണ്. കുറച്ചാൾ മുമ്പ് വരെ നമ്മൾ മസിനഗുഡിക്ക് പോയി കണ്ടിരുന്നതും ഈ റൈറ്റിലേക്കുള്ള വഴിയിലൂടെ തന്നെയായിരുന്നു. ഇപ്പോൾ ഇവിടെ സഫാരിക്ക് വേണ്ടി വരുന്ന വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്ഥലമാണ്. പിന്നെ കുറച്ച് ഫോറസ്റ്റ് കോട്ടേജുകളും ഉണ്ട്. ഡോർമെട്രി സ്റ്റേകളും ഇവിടെയുണ്ട്. അപ്പോൾ ഇവിടെ സ്റ്റേ ചെയ്യുന്നവർക്ക് ഇതുപോലുള്ള ചില രസകരമായിട്ടുള്ള കളികളും കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. ഇവിടുത്തെ റെസ്റ്റോറൻറ്റിൽ ഒരു ഗൈഡ് ഉണ്ടാവും. അപ്പോൾ അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റൂം തുറന്നു തരും. നമ്മളിവിടുത്തെ തെപ്പക്കാട് ലോഗ് ഹൗസാണ് ബുക്ക് ചെയ്തത്. ഇവിടെ ഉള്ളതിൽ വെച്ച് ഏറ്റവും പ്രൈവസിയും അതുപോലെ തന്നെ ഫ്രണ്ട് വ്യൂ ഉള്ള ഒരു റൂമാണ് തെപ്പക്കാട് ലോഗ് ഹൗസ്. ഇതാണ് ലോഗ് ഹൗസിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള കാഴ്ച. റൂമിലിരുന്നുകൊണ്ട് തന്നെ ഇതുപോലെ മാനും മയിലും ഭാഗ്യമുണ്ടെങ്കിൽ പുള്ളിപ്പുലിയെ വരെ കാണാൻ പറ്റും. ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കാഴ്ചയായിരുന്നു ഈ കൊമ്പൻ്റെ വരവ്. കുറച്ച് ദൂരെയാണെങ്കിലും നമ്മുടെ റൂമിൻ്റെ ഫ്രണ്ടിലിരുന്ന് തന്നെ കാണാൻ പറ്റിയെന്നുള്ളതാണ്. അത് നമ്മൾ വന്ന് കയറിയപ്പോൾ തന്നെ കിട്ടിയ നല്ലൊരു സൈറ്റിങ്. ആ വേഗത്തിലുള്ള പോക്ക് കണ്ടിട്ട് മിക്കവാറും വെള്ളം കുടിക്കാനായിരിക്കണം. കാരണം അവൻ്റെ നേരെ മുന്നിൽ മോയാർ റിവറാണ്. പക്ഷെ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റില്ല ആ ഒരു ഭാഗം. അപ്പോൾ ഈ തെപ്പക്കാട് ലോഗ് ഹൗസിൽ മൊത്തം 3 റൂമാണുള്ളത്. 2 ബെഡിൻ്റെ 2 റൂമും 4 ബെഡിൻ്റെ 1 റൂമും. അതിൽ നമ്മൾ ബുക്ക് ചെയ്ത 2 പേരുടെ റൂമിന് 4400 രൂപയാണ്. 4 പേരുടെ റൂമിന് 5700. ഫുഡൊന്നും ഇൻക്ലൂഡ് ആയിരിക്കില്ല ഈ അക്കോമഡേഷനിൽ. ഇവിടുത്തെ എല്ലാ റൂമുകളും റിനോവേറ്റ് ചെയ്ത് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. മുതുമല ടൈഗർ റിസർവ് വെബ്സൈറ്റിൽ നമുക്ക് ഈ സ്റ്റേ ബുക്ക് ചെയ്യാൻ പറ്റും. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. റൂമിൻ്റെ തൊട്ടു മുന്നിലുള്ള മോയാർ റിവറാണ് ഇവിടുത്തെ പ്രധാന അട്രാക്ഷൻ. അത് കണ്ട് ആസ്വദിച്ചിരിക്കാൻ പറ്റിയ 2-3 ചാരു ബെഞ്ചുകൾ ഇവിടെയുണ്ട്. ഇത് ഇവിടുത്തെ ഒരു കുങ്കിയാനയാണ്. ഒരു കാലത്ത് കാട്ടിൽ വിലസി നടന്നവനാണ് ഇവനും. പക്ഷേ സ്ഥിരമായിട്ട് നാട്ടിലിറങ്ങി മനുഷ്യരെ ഉപദ്രവിച്ചതുകൊണ്ട് ഇവിടെ എത്തി. ഇവിടെ തൊട്ടടുത്ത് എലഫൻറ്റ് ക്യാമ്പുണ്ട്. ഒരാൾക്ക് 30 രൂപ ടിക്കറ്റ് എടുത്ത് വൈകിട്ട് 5:30 അവിടെ എത്തിയാൽ എലഫൻറ്റ് ഫീഡിങ് കാണാൻ പറ്റും. ഇതുപോലെ ഒരുപാട് കുങ്കിയാനകളും ഉണ്ടാവും അവിടെ. ഇതാണ് റെഡ് ഹെഡഡ് വൾച്ചർ. ഏറ്റവും കൂടുതൽ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കഴുകനാണിത്. സാധാരണ ഇവരൊരു ബ്രീഡിംഗ് ടൈമിൽ ഒറ്റ മുട്ട മാത്രമാണ് ഇടാറുള്ളൂ. അതുപോലെ തന്നെ ഇവരൊരിക്കലും ഹണ്ട് ചെയ്ത് ഭക്ഷണം കഴിക്കാറില്ല. ഏതെങ്കിലും ചത്ത് കിടക്കുന്ന ജീവികളെ മാത്രമേ ഇവർ ഭക്ഷണമാക്കാറുള്ളൂ. അപ്പോൾ അവരിതേ കുളിയൊക്കെ കഴിഞ്ഞ് പോവാണ്. നമുക്കും പതുക്കെ ഒന്ന് നടക്കാൻ പോയിട്ട് വരാം. ഭയങ്കര രസമാണ് കേട്ടോ ഇതിലൂടെ നടക്കാനായിട്ട്. ഡിസംബർ മാസം ആയതുകൊണ്ട് നല്ല തണുപ്പുമുണ്ട്. ഇതാണ് സിൽവൺ ലോഡ്ജ്. ഇവിടെയുണ്ട് കുറേ റൂമുകൾ. 2 പേർക്ക് താമസിക്കാൻ പറ്റിയതും അതുപോലെ 5000 രൂപയ്ക്ക് 12 പേർക്ക് സ്റ്റേ ചെയ്യാൻ പറ്റിയ ഡോർമെട്രിയും ഇവിടെ അവൈലബിൾ ആണ്. വളരെ ലോ ബഡ്ജറ്റിൽ കാടിനകത്ത് താമസിക്കാൻ പറ്റിയ നല്ലൊരു ഓപ്ഷനാണിത്. പിന്നെ ഇവിടെ ഏത് റൂം ബുക്ക് ചെയ്താലും ബുക്കിംഗ് സമ്മറി പ്രിൻ്റ് എടുത്തുകൊണ്ട് വരണം. അതുപോലെ ബുക്ക് ചെയ്യുന്ന ആളുടെ ID പ്രൂഫും പ്രിൻ്റ് എടുത്തുകൊണ്ട് വരണം. അപ്പോൾ ഇതുപോലെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച്
കാടിനകത്ത് ഫാമിലി ആയിട്ടോ ബാച്ചിലേഴ്സായിട്ടോ ഒരു ദിവസം എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് ഈ മുതുമല ഇക്കോ ടൂറിസം. ഇനി ഇവിടുത്തെ പ്രധാനപ്പെട്ട എൻ്റർടൈൻമെൻറ്റാണ് ജംഗിൾ സഫാരി. ഒരാൾക്ക് 340 രൂപയാണ് ബസ് സഫാരിക്ക്. നല്ല ഓപ്പണായിട്ട് കാട് ആസ്വദിക്കണമെങ്കിൽ ജിപ്സി സഫാരി ആയിരിക്കും ഏറ്റവും നല്ലത്. അതിൽ 4200 രൂപയ്ക്ക് 6 പേർക്ക് പോവാം. സഫാരി ടൈം രാവിലെ 6 തുടങ്ങി 10 വരെയും ഉച്ച കഴിഞ്ഞ് 2 തുടങ്ങി 5 വരെയാണ്. പിന്നെ ഏത് സഫാരി എടുത്താലും ആകെ 1 മണിക്കൂർ മാത്രമാണ് ഇവിടെ സഫാരി ടൈം. നമുക്ക് ഫുഡ് വേണമെന്നുണ്ടെങ്കിൽ ഈ റെസ്റ്റോറൻറ്റിൽ മുൻകൂട്ടി ഓർഡർ കൊടുത്താൽ അവരത് തയ്യാറാക്കി തരും. ഇതിൻ്റെ ബാക്കിലും ഒരുപാട് റൂമുകളുണ്ട്. ഡോർമെട്രിയാണ് ഏറ്റവും കൂടുതൽ. രാത്രി ഇവിടെ ഇഷ്ടം പോലെ പുള്ളിമാനുകളുണ്ടാവും. പകൽ കുറവാണ്, കാരണം സഫാരിക്ക് വേണ്ടി വരുന്നവരുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് ഇവിടെയാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് പ്രൈവസിയും കുറവായിരിക്കും ഇവിടെ റൂം എടുക്കുമ്പോൾ. പിന്നെ വളരെ ലോ ബഡ്ജറ്റിൽ താമസിക്കുക എന്ന് മാത്രം. 5 മണിക്കാണ് ലാസ്റ്റ് സഫാരി. അത് കഴിഞ്ഞ് വരുമ്പോഴേക്കും 6 മണിയാവും. അപ്പോൾ 6 മണിക്ക് ശേഷം ഇവിടെ വേറെ ആരും ഉണ്ടാവില്ല. അതിനുശേഷം ഇവിടെ മൊത്തം പുള്ളിമാനുകളായിരിക്കും. ഇടയ്ക്ക് ഈ പുള്ളിമാനുകളെ പിടിക്കാൻ ഇവിടെ പുള്ളിപ്പുലിയും വരാറുണ്ട്. അത് ഇവിടുത്തെ റെസ്റ്റോറൻറ്റിലെ ചേട്ടൻ പറഞ്ഞതാണ്. നമ്മളൊരു ചായ കുടിക്കാൻ പോയതാണെങ്കിലും ചായ ഒന്നും ഉണ്ടായില്ല കേട്ടോ അവിടെ. അങ്ങനെ തിരിച്ച് റൂമിലെത്തിയപ്പോൾ റൂമിൻ്റെ സൈഡിൽ തന്നെ ഒരു കൂട്ടം പുള്ളിമാനുകൾ. അപ്പോൾ വെയിൽ പോയി കഴിഞ്ഞാൽ ഇതാണ് ഇവിടുത്തെ കാഴ്ച. മാൻ മാത്രമല്ല, ദേ ഒരു പന്നിയുണ്ട്. ഈവനിങ്ങിൽ ആ ഗോൾഡൻ ലൈറ്റിൽ ഇവരെ കാണാനൊരു പ്രത്യേക ഭംഗി തന്നെയാണ്. ഇത് മാത്രമല്ല, ഇനിയും വന്നുകൊണ്ടിരിക്കുകയാണ് പല ഭാഗത്തു നിന്നായിട്ട്. ഇനി നമ്മുടെ അടുത്ത പരിപാടി മസനഗുഡിക്കാണ്. പോയി ഒരു ചായ കുടിക്കണം, പിന്നെ രാത്രിയിലേക്കുള്ള ഫുഡ് വാങ്ങണം. അപ്പോൾ സമയം ഇപ്പോൾ 5:30 ആയിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ കാറിനടുത്തെത്തി വരും. ഇവൻ നമ്മൾ പോണ വഴിക്ക് കണ്ടതാണ്, എന്നാലും റൂമിൻ്റെ അടുത്ത് തന്നെയാണ്. രാത്രി 8:30 ഇവിടുത്തെ എല്ലാ ചെക്ക് പോസ്റ്റുകളും ക്ലോസ് ചെയ്യും. അപ്പോൾ 8:30 മുമ്പ് നമ്മൾ റൂമിൽ തിരിച്ചെത്തണം. ഈവനിങ് സമയത്ത് മസനഗുഡി വരെ പോയിട്ട് ഒരു അനിമൽ സൈറ്റിംഗ് പോലും കിട്ടിയില്ല എന്നുള്ളതാണ്. സാധാരണ ഉച്ച സമയത്ത് വരെ വന്നാലും എന്തെങ്കിലുമൊക്കെ കാണാൻ കിട്ടാറുണ്ട്. അങ്ങനെ നമ്മൾ മസനഗുഡിയിൽ വന്ന് ചായയും കുടിച്ച് ഡിന്നറും വാങ്ങി തിരിച്ചു വരാണ്. വരണ വഴിക്ക് റൈറ്റ് സൈഡിൽ കാട്ടുപോത്തുകളുടെ കൂട്ടുണ്ടായിരുന്നു. പക്ഷേ രാത്രി നമ്മുടെ സേഫ്റ്റിയാണ് പ്രധാനം. പകൽ കണ്ടതുപോലെ ആയിരിക്കില്ല രാത്രിയിലെ കാട്. അതുകൊണ്ട് നേരെ റൂമിലെത്തി ഫുഡും കഴിച്ച് കിടന്നുറങ്ങി. പിറ്റേന്ന് രാവിലെ തന്നെ വീണ്ടും നമ്മൾ മസനഗുഡിക്ക് തന്നെയാണ് ഒരു ട്രിപ്പ് പോണത്. 6 മണിക്ക് ഇവിടുത്തെ ചെക്ക് പോസ്റ്റ് ഓപ്പൺ ആവും. വെളിച്ചം വന്നു തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾ കാട്ടിലൂടെ യാത്ര ചെയ്തിട്ടുണ്ടോ? കാടിനെ ഏറ്റവും മനോഹരമായിട്ട് കാണാൻ പറ്റണത് ഈ ഒരു ടൈമിലാണ്. ദേ ലെഫ്റ്റ് സൈഡിൽ ഒരു പുള്ളിമാൻ, ദേ അടുത്തത് കാട്ടുപോത്ത്, അതും കോടമഞ്ഞിനുള്ളിൽ. വെളിച്ചമായി വരുന്നേ ഉള്ളൂ. ഇനി വന്യമൃഗങ്ങളെ ഒന്നും കണ്ടില്ലെങ്കിലും ഈ ഒരു കാടിൻ്റെ കാഴ്ച മാത്രം മതി. അടിപൊളിയാണ്. മസനഗുഡിയിൽ വന്ന് സ്റ്റേ ചെയ്യുന്നവർ വെളുപ്പിന് ഇതുപോലെ ഒന്ന് യാത്ര ചെയ്ത് നോക്കിക്കോളൂ. ഭയങ്കര രസമാണ് ഈ മരങ്ങൾ ഇങ്ങനെ മൂടൽ മഞ്ഞിൽ നിൽക്കുന്നത് കാണാൻ. ദേ അടുത്ത സ്ഥലത്ത് വീണ്ടും കാട്ടുപോത്ത്. അപ്പോൾ രാത്രി ഒരു ഫുൾ ടൈം ഇവിടെ തന്നെ ഉണ്ടായിട്ടുണ്ട്. കാരണം ഇന്നലെ രാത്രി ഏകദേശം ഇവിടെ എത്തിയപ്പോഴാണ് നമ്മളിവരെ കണ്ടത്. ഏകദേശം 20 മിനിറ്റ് മതി നമുക്ക് മസനഗുഡി എത്താൻ. പക്ഷെ 5 മിനിറ്റ് കൊണ്ട് എത്തിയ പോലെ തോന്നുള്ളൂ, കാരണം അത്രയും ഭംഗിയാണ് ഈ ഒരു റൂട്ട്. അപ്പോൾ ഇനി ഇവിടുന്ന് ഒരു ജീപ്പ് സഫാരിയാണ് നമ്മുടെ അടുത്ത പരിപാടി. അപ്പോൾ നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ജീപ്പ് ഡ്രൈവറെ വിളിച്ച് പറഞ്ഞിട്ടാണ് വന്നത്. അങ്ങനെ ഇവിടെ വന്ന് ഒരു ചായ കൂടി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ജീപ്പ് വന്നു. നമ്മൾ ആദ്യം പോയത് മായാർ റൂട്ടിലാണ്. ഈ റൂട്ടിലേക്ക് കയറുമ്പോൾ തന്നെ റൈറ്റ് സൈഡിൽ ഒരു അമ്പലം കാണാം. അമ്പലത്തിന് തൊട്ട് ബാക്കിലാണ് മറവക്കണ്ടി ഡാം. മസനഗുഡിയിൽ വന്നാൽ കാണാൻ പറ്റുന്ന ഏറ്റവും രസകരമായിട്ടുള്ളൊരു കാഴ്ചയാണിത്. ഈ പുള്ളിമാനുകളും ഗ്രേലങ്കൂറുകളും തമ്മിലുള്ള സൗഹൃദ കാഴ്ച മിക്കപ്പോഴും ഒരുമിച്ച് കാണാൻ പറ്റുവരെ.
ഈ മായാർ റൂട്ടിലാണ് മസനഗുഡിയിലെ ഏറ്റവും കൂടുതൽ അനിമൽ സൈറ്റിംഗ് കിട്ടാറുള്ളത്. ഈ റൂട്ടിലൊക്കെ നമുക്ക് സ്വന്തം വാഹനം കൊണ്ടുവരാൻ പറ്റും. പക്ഷേ ഇപ്പോൾ ഇവിടുത്തെ ജനങ്ങളുടെ ആകെയുള്ള വരുമാനം ടൂറിസമാണ്. മുമ്പ് കൃഷിയായിരുന്നു. പക്ഷേ വന്യമൃഗങ്ങൾ ഒരുപാടുള്ള സ്ഥലമായതുകൊണ്ട് അതൊന്നും അത്ര ലാഭത്തിലല്ല. അപ്പോൾ പരമാവധി അവരെ കൂടി നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിച്ചോളൂ. രാവിലെ 6:30 മുതലാണ് ഇവിടെ സഫാരിക്ക് വരാൻ ഏറ്റവും ബെറ്റർ ടൈം. അതുപോലെ തന്നെ ഈവനിങ് ഒരു 4 മണി തുടങ്ങി 6 മണി വരെയൊക്കെ അത്യാവശ്യം നല്ല സൈറ്റിങ്സ് കിട്ടാറുണ്ട്. ദേ 2 മയിലിരിക്കണ നോക്കിയേ, ഒരാളിവിടെ താഴെയുണ്ട്. ദേ വീണ്ടും പുള്ളിമാനും ലങ്കൂറുകളും. മസനഗുഡി ടൗണിൽ നിന്ന് 8 കിലോമീറ്റർ അകലെയാണ് ഈ മായാർ ഡാം. വീതി കുറവാണെങ്കിലും ഇവിടേക്കുള്ള വഴി നല്ല നീറ്റാണ്. ഏകദേശം 100-ൽ താഴെ വീടുകൾ മാത്രമാണ് ഇവിടെയുള്ളത്. മസനഗുഡിയിൽ ഉൾപ്പെട്ട ഒരു സബ് വില്ലേജ് തന്നെയാണ് ഈ മായാറും. അപ്പോൾ ഇവിടെ വരെയാണ് സാധാരണ ടൂറിസ്റ്റുകൾ വരാറുള്ളത്. ഏകദേശം 10-15 മിനിറ്റ് നമുക്കവിടെ ടൈം സ്പെൻഡ് ചെയ്യാം. അതിനുശേഷം പോയ റൂട്ടിലൂടെ തന്നെ നമ്മൾ വീണ്ടും തിരിച്ചു വരും. പിന്നെ കാടായതുകൊണ്ട് തിരിച്ചു വരുമ്പോൾ കിട്ടുന്ന കാഴ്ചകൾ ചിലപ്പോൾ വ്യത്യസ്തമായിരിക്കും. മയിലുകളെ നമ്മൾ ഈ റൂട്ടിൽ എത്ര സ്ഥലത്താണ് കണ്ടതെന്ന് നോക്കിയേ. എണ്ണിയാൽ തീരില്ല, അത്ര മാത്രമുണ്ട്. അത് ആൺമയിലുകളാണ് ഏറ്റവും കൂടുതൽ. ഫീമെയിൽസിന് നല്ല പേടിയുണ്ട് ആളുകളുടെ അടുത്തേക്ക് വരാൻ. തമിഴ്നാട്ടിൽ ഏകദേശം 3100 ആനകളുണ്ട്. അതിലേറ്റവും കൂടുതൽ എണ്ണം രേഖപ്പെടുത്തിയിട്ടുള്ളത് ഈ മുതുമല ടൈഗർ റിസർവിലാണ്. അതുകൊണ്ട് തന്നെ ആനകളെ നമുക്കിവിടെ കാണാൻ നല്ല ചാൻസ് ഉണ്ട്. മറവക്കണ്ടി ഡാം എത്തുന്നതിന് തൊട്ട് മുമ്പ് കണ്ട ഒരു പിടിയാനയാണിത്. അതായത് ജനവാസ മേഖലയുടെ തൊട്ടടുത്ത്. ഇവിടെ പിന്നെ രാത്രി മസനഗുഡി ടൗണിൽ വരെ ആന വരാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ളവർക്ക് ആന എന്ന് കേൾക്കുമ്പോൾ അത്ര വലിയ പേടിയൊന്നുമില്ല. ഈ ഒരു ട്രിപ്പിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാഴ്ചയായിരുന്നത്. ഭയങ്കര രസമായിരുന്നു ഇവർ ഈ റോഡിലിരുന്ന് കളിക്കുന്നത് കാണാൻ. അപ്പോൾ അടുത്തത് നമ്മൾ പോയത് മറവക്കണ്ടി ഡാമിൻ്റെ സൈഡിലൂടെയാണ്. അവിടെ എത്തിയപ്പോൾ ദേ ഒരു കൂട്ടം വാട്ടർ ബേഡ്സ്. ആ വെള്ളത്തിലുള്ളതാണ് സ്പോട്ട് ബിൽഡ് ഡക്ക്. കരയ്ക്കുള്ളത് വൂളി നെക്ക്ഡ് സ്റ്റോർക്ക് അഥവാ കരിങ്കൊക്ക്. അപ്പോൾ മായാർ റൂട്ട് കഴിഞ്ഞാൽ പിന്നെ സിംഗാര റൂട്ടിലാണ് അടുത്ത സഫാരി. പോണ വഴിക്ക് ലെഫ്റ്റ് സൈഡിൽ ഹെലിപ്പാഡ് കാണാം. നമ്മുടെ പ്രധാനമന്ത്രിയും അതുപോലെ തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ജയലളിതയൊക്കെ വന്നിറങ്ങിയ സ്ഥലമാണ്. സിംഗാര റൂട്ടിലേക്ക് കയറിയപ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റിയതാണ് ഈ കാണുന്ന ഒരു കൂട്ടം ജംഗിൾ മൈനകൾ. പിന്നീട് കുറേ ദൂരം സഞ്ചരിച്ചിട്ടും വേറെ അധികം കാഴ്ചകളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കാണാൻ പറ്റിയതാണ് ഈ ഒരു സ്പോട്ടഡ് ഡവ്. സിംഗാര റൂട്ടിൽ ഏകദേശം 7 കിലോമീറ്റർ കഴിയുമ്പോൾ ഒരു പവർ സ്റ്റേഷൻ ഉണ്ട്. അവിടെ വരെയാണ് നമുക്ക് പോകാൻ പറ്റുള്ളൂ. ആ ഒരു ഭാഗത്ത് കുറേ കാപ്പിത്തോട്ടങ്ങൾ കാണാൻ പറ്റും നമുക്ക്. ഇനി കാപ്പിത്തോട്ടത്തിലാണെങ്കിലും വൈൽഡ് അനിമൽസിനെ ഒരുപാട് സ്പോട്ട് ചെയ്യാറുണ്ട്. പക്ഷെ നമുക്കിപ്പോൾ കാണാൻ സാധിച്ചത് ഈ ഒരു മലയണ്ണാനയാണ്. സിംഗാര റൂട്ടിൽ മനോഹരമായിട്ടുള്ള കുറേ ഗ്രാസ് ലാൻഡ് കാണാൻ പറ്റും. മായാ റൂട്ടിനെ അപേക്ഷിച്ച് കാടിൻ്റെ ഭംഗി ഏറ്റവും കൂടുതൽ ഇവിടെ തന്നെയാണ്. ഇതാണ് ബ്രാഹ്മിണി സ്റ്റാർലിംഗ്. ഇവിടെ ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്ന ഒരു ബേഡാണ്. നമ്മുടെ മൈനകളെല്ലാം ഉൾപ്പെടുന്ന സ്റ്റർണിയുടെ ഫാമിലിയിൽ തന്നെയാണ് ഇവർ ഉൾപ്പെടുന്നത്. ഫീമെയിലുകളെ അപേക്ഷിച്ച് മെയിലുകളുടെ തലയിലെ തൂവൽ കുറച്ച് ലോങ് ആയിരിക്കും. അങ്ങനെ നമ്മുടെ സഫാരിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് മസനഗുഡിയിലെത്തി ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് തിരിച്ച് റൂമിലേക്ക് പോവാണ്. നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്തത് ഡിസംബറിലാണ്. അപ്പോൾ ജനുവരി ലാസ്റ്റ് വരെ ഒന്നും കുഴപ്പമുണ്ടാവില്ല. അതിനുശേഷം ഈ മസനഗുഡി കാണാൻ അത്ര ഭംഗിയൊന്നും ഉണ്ടാവില്ല. കാരണം മൊത്തം കരിഞ്ഞുണങ്ങിയിട്ടുണ്ടാവും. എന്നാൽ അനിമൽസിനെ കാണാനുള്ള ചാൻസ് കൂടുതൽ തന്നെയാണ്. അപ്പോൾ ഈ തെപ്പക്കാട് ലോഗ് ഹൗസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. റൂമിൻ്റെ മുന്നിലിരുന്ന് തന്നെ പുഴയും വന്യമൃഗങ്ങളെയൊക്കെ കാണാൻ പറ്റും. നല്ല രസമുള്ള ആംബിയൻസ് തന്നെയാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും ബുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഗൂഗിൾ റിവ്യൂ കൂടി നോക്കിയിട്ട് ബുക്ക് ചെയ്തോളൂ. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം കാടിനുള്ളിൽ സ്റ്റേ ചെയ്യുക എന്നുള്ളതാണ് വലിയ കാര്യം. അവിടുത്തെ സ്റ്റേ സൗകര്യങ്ങളൊന്നും ഞാൻ അധികം ശ്രദ്ധിക്കാറില്ല. ഈ ചാനലിലുള്ള എല്ലാ വീഡിയോസും അങ്ങനെ തന്നെയാണ്. അവിടുത്തെ കാഴ്ചകൾക്ക് മാത്രമാണ് ഞാൻ പ്രാധാന്യം കൊടുക്കാറ്. അപ്പോൾ പരമാവധി എല്ലാവരും ഏത് സ്റ്റേയിൽ പോയാലും നിങ്ങൾക്കുണ്ടായ അനുഭവങ്ങൾ അവരുടെ ഗൂഗിൾ റിവ്യൂവിൽ ആഡ് ചെയ്യാൻ ശ്രമിച്ചോളൂ. കാരണം പിന്നീട് പോകുന്ന എല്ലാവർക്കും അത് ഉപകാരപ്പെടും.
അപ്പോൾ 12 മണിക്കാണ് നമുക്ക് ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അടുത്ത വീഡിയോ അടുത്ത സ്ഥലം. ഓക്കെ ബൈ.